തോട്ടുങ്ങലെ പൈലോഞ്ചോട്ടം മരിച്ചു എന്ന് പറഞ്ഞ ഫോൺ വന്നായിരുന്നു. ഒരറിയിപ്പുണ്ട്. നമ്മുടെ തോട്ടുങ്കലെ പൈലോഞ്ചേട്ടൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അയ്യോ, ചേട്ടൻ പോയേ. അയ്യോ, രാവിലെ കൂടെ ഒരു കിലോ ഓട്സ് കലക്കി കൊടുത്തേച്ച് പോന്നതാണ്. ഇനി എന്നെ കുനിച്ചേർത്ത് കോമ്പിനടിക്കാൻ ആരുണ്ട്? തോട്ടുങ്കലെ പൈലോഞ്ചേട്ടന്റെ കുടുംബത്തോടൊപ്പം നമുക്കിടവകയായിട്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. അയ്യോ, പൈലോഞ്ചേട്ടന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫോൺ വെക്കൂ. ആരെങ്കിലും ആ ചേട്ടത്തെ ഒന്ന് ആശ്വസിപ്പിക്കൂ. അച്ഛാ, അതെ, പൈലോഞ്ചോട്ടം മരിച്ചിട്ടില്ല. പുള്ളിയുടെ ഇളയ ചെറുക്കൻ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞു തന്നു. ഈശോയെ, അച്ഛൻ ജസ്റ്റ് ഒന്ന് മാറ്റി പറഞ്ഞ അടിപൊളിയായിരിക്കും. ആൾത്തരയായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. പിള്ളേരുടെ ഒരാഗ്രഹം നല്ലൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ആ മരക്കുരിശ് വരുന്നുണ്ടല്ലോ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ എന്റെ എല്ലാം പോയച്ചോ. മേരി ചേച്ചിയുടെ ഒന്നും പോയിട്ടില്ല കേട്ടോ. അതെ അതെ, ധൈര്യമായിട്ട് വീട്ടിലോട്ടേയല്ലേ. അവിടെ എത്തുമ്പോൾ നമ്മുടെ പൈലോൻ ചേട്ടൻ ഉയർത്തെഴുന്നേറ്റിരിപ്പുണ്ടാവും. സത്യമായിട്ടും പ്രാർത്ഥനയോടെ പൊക്കോ. വെറുതെ മോഹിച്ചു. ജീവനോടുണ്ടായാൽ മതിയായിരുന്നുണ്ട് ഈശോയെ.